നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്റർ മയാമി ഹോങ്കോങ്ങിനോട് നല്ല മാർജിനിൽ വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ആരാധകർ വലിയ രൂപത്തിൽ കലിപ്പിലായിരുന്നു. കളി കാണാനെത്തിയ ആരാധകർ സ്റ്റേഡിയത്തിൽ കോവി വിളിക്കുന്നു, ലിയോ മെസ്സി ഇറക്കണമെന്ന് പറയുന്നു, അതല്ലെങ്കിൽ ഞങ്ങളുടെ ക്യാഷ് തിരികെ തരണമെന്ന് പറയുന്നു. അങ്ങനെ ചാൻഡുകൾ. മെസ്സിയെ കാണാൻ വേണ്ടിയാണ് ഹോങ്കോങ്ങിൽ ആളുകൾ തിങ്ങിക്കൂടിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ ട്രെയിനിങ് സെഷന്റെ സമയത്ത് പോലും 40,000 ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. ഇന്ന് കളി കാണാൻ ആളുകൾ എത്തിയതും മെസ്സിയെ കാണാമെന്ന് കരുതിയാണ്, മെസ്സി കളിക്കുന്നത് കാണാമെന്ന് കരുതിയാണ്. അതുണ്ടായില്ല. താരത്തിന് പരിക്ക് കാരണം ഇന്ന് കളിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ആരാധകരോട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ഇന്റർ മയാമിയുടെ കോച്ച് ടാറ്റ മാർട്ടിനോ. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ലിയോ മെസ്സിയെ കളിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. ആരാധകരുടെ ഡിസപ്പോയിൻമെന്റ് ഞാൻ മനസ്സിലാക്കുന്നു. മെസ്സിയെ കളിപ്പിച്ചിരുന്നെങ്കിൽ അതൊരു ഹ്യൂജ് റിസ്ക് ആവുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി കൂടുതൽ മോശമായി മാറിയേനെ. അതുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. മെഡിക്കൽ സ്റ്റാഫിനോട് കൺസൾട്ട് ചെയ്തതിന് ശേഷം എടുത്ത തീരുമാനമാണ് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ട എന്നുള്ളത്. മെസ്സിയെ കളിപ്പിക്കേണ്ട എന്ന തീരുമാനം ഇന്ന് രാവിലെ മാത്രം എടുത്തതാണ്. എന്തായാലും ആരാധകരുടെ നിരാശ ഞാൻ മനസ്സിലാക്കുന്നു. അവരോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നാണ് ടാറ്റ മാർട്ടിനോ പറയുന്നത്. എന്തായാലും ലിയോ മെസ്സിയുടെ ഹാംസ്ട്രിങ് ഇഞ്ചുറി ഒരു പ്രശ്നമാണെന്ന് തന്നെയാണ് വ്യക്തമാവുന്നത്. ഇനി വിസൽ കോബയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ ടീമിന് കളിയുണ്ട്. ടോക്കിയോയിലേക്ക് പോവുകയാണ് ഇന്റർ മയാമി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മയാമിയിലേക്ക് തിരികെ പോയി ന്യൂവൽ ഓൾഡ് ബോയ്സുമായിട്ടുള്ള കളി. അപ്പോഴേക്കും ലിയോ മെസ്സി പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.